നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡേ ഇന്ന് 44 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ ബി ഹോട്ടൽ ടാസ്ക് ആണ് കേട്ടോ നടന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയും എക്സ്പെക്ടേഷൻസിനോട് കൂടിയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു ടാസ്ക് ആയിരുന്നെങ്കിലും അങ്ങോട്ട് മിന്നിച്ചു എന്ന് പറയാനായിട്ടുള്ള ഒരു ഗുമ്മുണ്ടല്ലോ, അത് അത്രയ്ക്ക് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആവറേജ് രീതിയിലാണ് പോയത്. പിന്നെ അതുമല്ല ടാസ്കില് അല്ലേ ഓരോരുത്തരുടെ റോള് മറന്ന് ചെയ്യുന്ന പോലെയാണ്. അതെ, ഗസ്റ്റുകളാണെങ്കിലും അവരുടെ റോള് ക്ലിയർ ആയിട്ട് ചെയ്യണില്ല. അതേപോലെ തന്നെ ഈ ബി ഹൗസിലുള്ളവരാണെങ്കിലും അത് ചെയ്യുന്നില്ല. ഇതിപ്പം എപ്പിസോഡിൽ നമുക്ക് കാണുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വളരെ ബോറല്ലാത്ത ഒരു രീതിയിൽ പോയിരുന്നെങ്കിലും ഞാൻ ലൈവ് കണ്ടൊരു വ്യക്തിയാണ്. വളരെ ബോറായിട്ട് തന്നെയാണ് പോയത്. പലവട്ടം ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ തന്നിരിക്കുന്ന രീതിയിൽ ചെയ്യുക എന്ന് ഗസ്റ്റിനോടും പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടുകാരോടും ഒരു 4-5 വട്ടം വിളിച്ച് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ലൈവിൽ തന്നെ പലരും കമന്റ് ഇട്ടിരുന്നത് ഇത് ബി ഹോട്ടൽ അല്ല, ഇതൊരു ചന്തയാണ് എന്നൊക്കെയായിരുന്നു കേട്ടോ കമന്റ്സ് വന്നുകൊണ്ടിരുന്നത്. അതെ, കലകലന്ന് എല്ലാം കൂടി ഒരുമിച്ച് കടന്നു വരുമ്പോൾ ചന്തകളിലൊക്കെ നമ്മൾ ഒരു ബഹളം കാണുമല്ലോ. അതേപോലെ ആയിരുന്നു അവിടെയും. ആരുടെ റോൾ ചെയ്യുന്നില്ല, അങ്ങോട്ട് മാറി ചെയ്യുന്ന ഇങ്ങോട്ട് മാറി ചെയ്യുന്ന ആ രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതേപോലെ മെയിൻ ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ലൈവിൽ കാണിച്ചത് ഇതിൽ കാണിച്ചിട്ടില്ല. മിക്കവാറും BB+ലായിരിക്കും കാണിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് എല്ലാവരോടും ഗസ്റ്റുകളെ കുറിച്ചിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും പറയാൻ പറഞ്ഞപ്പം വീട്ടിലുള്ളവർ പറഞ്ഞൊരു കാര്യമാണ്, ശോഭ കുറച്ച് പേരുടെ ഒരു ഫേവറേറ്റിസം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷിയാസും പുറത്തുനിന്ന് അറിയാവരോടും മാത്രമാണ് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ലൈവിലെ കമന്റ്സിലും അങ്ങനെ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ലൈവ് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ അത്. പുറത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഹിന്റ് കൊടുക്കുന്ന പോലെ തോന്നി. അതെ, പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ശോഭ ലക്ഷ്മിയെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പേഴ്സണൽ ഉള്ളൊരു ഇതായിട്ടാണ് തോന്നിയത്. കാരണം ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ക്യാരക്ടറിൽ നിന്ന് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. അതും കടന്ന് കുറച്ച് പോയതുപോലെ തോന്നി. അങ്ങനെ തോന്നാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അതിൽ നൂറെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം, അത് ഓക്കെ ആണ്, നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ക്യാരക്ടറിൽ നിൽക്കുന്ന ടൈമിൽ അങ്ങനെ ഒരു സീൻ അതിന്റെ ആവശ്യം എന്തായിരുന്നു? കാരണം ശോഭ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുടെയും ആ ഒരു ക്യാരക്ടർ വിട്ടുപോവുകയാണ് ചെയ്തത്. എനിക്കതൊരു ആവശ്യമില്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില ഓണറിന്റെ മോളാണ്. അതേപോലെ ആദിലയ്ക്ക് ഒരു കാമുകനും ബോയ് ഫ്രണ്ടും ഉണ്ട് ആ ഹോട്ടലിൽ തന്നെ. അതിരിക്കും ആ റോള് തെറ്റിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തത്. പിന്നെ അതും ലക്ഷ്മി എയിം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷ്മിയെ മുൻനിർത്തി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതായിട്ടാണ്. ലക്ഷ്മിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് ഫോഴ്സ്ഫുള്ളി അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച രീതി കുറെ ഉണ്ടായിരുന്നു ലൈവില്. അതിന്റെ ആവശ്യമൊന്നും തോന്നിയില്ല എനിക്ക്. കാരണം LGBTQ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല ഇവിടെ സംസാരിക്കാൻ, നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഇതിൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട എന്താന്ന് വെച്ചാല്, എല്ലാവർക്കും അവരവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പോ ഈ LGBTQ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അത് ഇങ്ങനെയുള്ളവരടുത്ത് വീണ്ടും വീണ്ടും എടുത്തിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ കുറച്ച് രീതികളും കാര്യങ്ങളും അവരുടേതായ തോട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ എല്ലാവരും അതിനോട് യോജിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ്, പക്ഷെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇഷ്ടം വരാൻ പോകുന്നില്ലല്ലോ. ആർക്കും അതിനുള്ള റൈറ്റ്സും ഇല്ല. ഇന്ന് ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാം. അയാൾക്കും മറ്റൊരാൾക്കും എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതെ, കാരണം ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി ആ എപ്പിസോഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച നടന്നതാ, അത് അവിടെ കഴിഞ്ഞു. ഈ ആഴ്ച പുതിയ കാര്യങ്ങളാ. ഇതില് ലക്ഷ്മി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പറയാത്തടുത്ത് വീണ്ടും വന്നത് എടുത്തിട്ടിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം, അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് കിട്ടി, വീട്ടുകാരുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് കേട്ടു. ഇന്ന് ശോഭ വന്നിട്ടും 2-3 വട്ടം അത് കുത്തി പണി കൊടുത്തു. പിന്നെയും അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് കുത്തി ഇരിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയില്ല. അത് തന്നെ. അപ്പൊ എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ കാര്യം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് BB ഹോട്ടൽ എന്നൊരു നല്ലൊരു ടാസ്ക് ചെയ്യേണ്ട ഒരു വീടായിട്ട് തോന്നിയില്ല. എല്ലാരും ഒരുമാതിരി കലവിലെയും. നമ്മുടെ കഴിഞ്ഞ വട്ടമാണെങ്കിലും അതിന് മുന്നത്തെ വട്ടമൊക്കെ ആണെങ്കിലും എന്ത് രസമായിരുന്നു BB ഹോട്ടലിൽ ലൈവ് ഒക്കെ
കാണാനായിട്ട്. അതായത് BB ഹോട്ടലിൽ അവർക്ക് കൊടുത്ത റോള് ചെയ്ത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യും, അതിന്റെ ഇടയിൽ കൂടെ ഈ ചില എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ ഒരു നല്ലൊരു രസമാണ് കാണാൻ. ഇത് ചുമ്മാ കുറെ കുത്തലും എടുക്കലും ഇല്ലേ, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ഹോട്ടല് ഇങ്ങോട്ട് വഴക്കിടല്, ഇത് തന്നെ നടന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് Day 44 ആണ്. പാട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ഡയറക്റ്റ് ഈ രാവിലെ തൊട്ടാണ് കേട്ടോ ഈ ഒരു ടാസ്ക് തുടങ്ങിയത്. ഈ BB ഹോട്ടലിനെ കുറിച്ചുള്ള ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെയാണ് ഇന്നത്തെ ഈ ടാസ്ക് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ അടുത്തത് BB ഹോട്ടലാണ്. അതിന്റെ റൂൾസ് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഹോട്ടലിന് ഒരു യഥാർത്ഥ ഉടമയുണ്ട്. അതേപോലെ ഉടമയാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്നവരും ഉണ്ട്, ഉടമയെ താങ്ങി നടക്കുന്നവരും ഉണ്ട്. അതേപോലെ ഫേവറിസം ഗ്രൂപ്പിസം ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ചെക്ക് ഇൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരു വട്ടം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചെക്കൗട്ട് സാധ്യമല്ല. അതേപോലെ ഹൗസ് മേറ്റ്സ് ആയിരിക്കും ഹോട്ടൽ ജീവനക്കാരാകുന്നത്. വിശിഷ്ട അതിഥികളെ വരവേൽക്കേണ്ടി വരും. അതേപോലെ വരുന്ന അതിഥികളെ മര്യാദയോട് കൂടിയാണ് പെരുമാറേണ്ടത്. പിന്നെ കസ്റ്റമർ ആണ് രാജാവ്, അതായത് തൃപ്തിയാക്കുക അവർ വരുന്ന വിശിഷ്ട അതിഥിയെ. അതേപോലെ അവരുടെ സംതൃപ്തി പല നേട്ടങ്ങളും ഉണ്ടാക്കും, അതേപോലെ തന്നെ അവരുടെ അതൃപ്തി പല കോട്ടങ്ങളും ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഗസ്റ്റുകൾക്ക് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ ടാസ്കിൽ പെർഫോമൻസ് അനുസരിച്ച് സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കുന്ന ആൾക്ക് ക്യാപ്റ്റൻസിയും കിട്ടും, നോമിനേഷനും കിട്ടും, അതേപോലെ ഒരു സവിശേഷ അധികാരവും കിട്ടും. അതേപോലെ തന്നെ ഏറ്റവും കുറവ് സ്റ്റാർ ഉള്ളവരെ ഡയറക്റ്റ് ജയിൽ നോമിനേഷൻ ആയിരിക്കും. ഈ സ്റ്റാർ ഉണ്ടല്ലോ, അതെല്ലാം ഈ പണിപ്പുരയിലേക്ക് ഒരു വഴിത്തിരിവാകും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അപ്പം റൂൾസ് ആയിട്ട് പറഞ്ഞേക്കുന്നത് BB ഹോട്ടലിന്റെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഉള്ള റോൾസ് തന്നെയാണ് കേട്ടോ റോള് കൊടുക്കുന്ന ഓരോരുത്തർക്ക്. അപ്പൊ ഇതാണ് വ്യക്തികളും വേഷങ്ങളും ആണ് കേട്ടോ. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് പറയാം. ആദ്യം തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് പേർക്ക് ഒരു പവർ കിട്ടുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ആദിലയാണ് കേട്ടോ. ആദില എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉടമയുടെ മകളാണ് നമ്മുടെ ആദില. ദൂർത്തടിക്കുന്ന ഒരു അഹങ്കാരിയായ മകളാണ്, ഒരു മമതയില്ലാത്ത കുട്ടിയാണ്, ജീവനക്കാരോട് പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരാളാണ്. സുഹൃത്തുണ്ട് കൂടെ, അത് നമ്മുടെ ആര്യനാണ് കേട്ടോ സുഹൃത്തായിട്ട് വരുന്നത്. പിന്നെ പരമ്പരാഗതമായി കൈമാറി പോകുന്ന ഒരു സ്വത്ത്, ഒരു ഡയമണ്ട്, ഒരു സാധനം നമ്മുടെ ആദിലയ്ക്ക് കിട്ടും. അത് വരുന്നതേ ഉള്ളൂ. അത് ചിലപ്പോൾ ഗസ്റ്റ് കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ ഷോറൂമിൽ വരുമായിരിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതില് നമ്മുടെ ജനറൽ മാനേജറിന്റെ പവർ വരെ അട്ടിമറിക്കാനുള്ള ഒരു പവർ അതിനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് കയ്യിൽ കിട്ടിയാൽ മാത്രമേ ആ പവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ആദിലയ്ക്ക് കിട്ടിയ ഒരു റോൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ആര്യനാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിലയുടെ ഫ്രണ്ടാണ്. ജീവിതത്തെ അലസമായി കാണുന്ന ഒരാളാണ് കേട്ടോ. അതായത് ആദിലയ്ക്ക് സ്വത്തുകൾ കുറെ ഉണ്ടല്ലോ, അപ്പൊ ആ സ്വത്തുകളൊക്കെ അടിച്ചു മാറ്റാൻ നടക്കുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് നമ്മുടെ ആര്യനെ കാണിക്കുന്നത്. ഗിത്താറിസ്റ്റ് ആണ്. പിന്നെ വൈകിട്ട് എല്ലാവർക്കും പാട്ട് പാടി, ഗിത്താറൊക്കെ വായിച്ച് പാട്ട് പാടി കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു റോള് കിട്ടുന്നത് കേട്ടോ. പിന്നെ അടുത്ത ലക്ഷ്മിയാണ് ജനറൽ മാനേജർ. ജീവനക്കാരുടെ പേടി സ്വപ്നമാണ്. ഇതൊക്കെ നിങ്ങൾ കൂട്ടിക്കുറച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ യഥാർത്ഥ ക്യാരക്ടറിൽ കുറച്ചൊക്കെ ബേസ് ചെയ്തൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തേക്കുന്നത്. ഹോട്ടൽ ഉടമയുടെ വിശ്വസ്തയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി. എപ്പോഴും ജീവനക്കാരെ വിളിച്ച് ശകാരിക്കും. അതേപോലെ തന്നെ എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളിലും ഒക്കെ വിളിച്ചിട്ട് ഇവരെ വഴക്ക് പറയും. ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യണം എന്ന് പറയുന്നതൊക്കെ ഒരാളായിട്ടാണ് നമ്മുടെ ലക്ഷ്മി വരുന്നത്. അനു ആണ് മാനേജർ, അതായത് ജനറൽ മാനേജറിനും അടുത്ത പോസ്റ്റ് താഴെയുള്ളതാണ് നമ്മുടെ മാനേജർ. അപ്പൊ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അനു, അതായത് മാനേജറായ അനു നമ്മുടെ ജനറൽ മാനേജറായ ലക്ഷ്മിയോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഹോട്ടലിലെ പ്രധാന നടത്തിപ്പുകാരിയാണ് നമ്മുടെ മാനേജറായ അനു. എല്ലാ കാര്യങ്ങളിലും വിളിച്ച് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അനു ആയിരിക്കും. ഇനി അടുത്ത് ഇവർക്ക് താഴെയായിട്ട്, അതായത് ജനറൽ മാനേജർ, അത് കഴിഞ്ഞ മാനേജർ, ഈ മാനേജർക്ക് താഴെ 2 അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ട്. അത് നമ്മുടെ റെനയും അക്ബറും ആണ് കേട്ടോ. അപ്പം ഇവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അനു ആയ മാനേജറിനെ അറിയിക്കും. അത് അനു ജനറൽ മാനേജറായ ലക്ഷ്മിയെ അറിയിക്കും.
ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ആര്യന്റെ ഗിത്താറൊക്കെ എവിടെയാന്ന് പോലും കണ്ടിട്ടില്ല. അല്ല അത് ലൈവിൽ പറഞ്ഞു കേട്ടോ. ആര്യന് ഗിത്താർ ആദ്യമേ കൊടുത്തപ്പോര് ഇരുന്നിരുന്ന് അത് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പാട്ടുപാടി ഇരിക്കും. അപ്പൊ അവസാനം ബിഗ് ബോസ് അവന് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ സ്റ്റോറൂമിൽ കൊണ്ടുവച്ചു. പെർഫോം ചെയ്യേണ്ട ടൈമിൽ മാത്രമേ തരുള്ളൂ, അല്ലാതെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ പറ്റും, തിരിച്ചുകൊണ്ട് വെച്ചേട്ടാ. കാരണം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ സംസാരം നമുക്ക് അധികം അങ്ങനെ കേൾക്കാൻ പറ്റില്ല, ഡിസ്ട്രാക്ടർ ആവുന്നു. ബിഗ് ബോസ് വിളിക്കുമ്പോഴും ഇതിലിങ്ങനെ എന്താ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. റാപ്പ് പോലൊക്കെയാണ് ആര്യം എല്ലാം അങ്ങനെയായിരുന്നു സംസാരിക്കുന്നത്. അപ്പോ ഈ അക്ബറും റണയും അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ്. ഇവർക്ക് എന്താന്ന് വെച്ചാല് ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇവരുടെ പവർ. അതായത് നേരത്തെ നമ്മുടെ അക്ബർ കഴിഞ്ഞ ടാസ്കിലും മറ്റേ ഇതായിരുന്നല്ലോ, എന്തായിരുന്നു, തൊഴിലാളി നേതാവ് ആൾക്കാരെ കൊണ്ട് പണി കഴിപ്പിക്കണം. ഇവിടെ അത് മാറിയിട്ട് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് ആയിരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് നമ്മുടെ നെവിൻ കേട്ടോ. അടുത്ത ബിന്നിയാണ്, ഹെഡ് ഷെഫ് ആണ്. ചൈനയിൽ നിന്നും കുക്കിംഗ് പഠിച്ചിട്ട് വന്നതാണ്. സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ആണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്. ബിന്നിക്ക് 2 അസിസ്റ്റന്റ് ഷെഫുകൾ ഉണ്ട്. അത് നമ്മുടെ ഒണിയിലും ജിഷനുമായിരിക്കും. ബിന്നി ഒന്നും ചെയ്യാൻ പാടില്ല, എപ്പോഴും നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒണിയിലും ജിഷനും കൂടിയിട്ടായിരിക്കും കേട്ടോ. അടുത്തത് ഗിസയിലാണ്. ഗിസയിൽ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ടാണ് കിട്ടുന്നത്. AK-47 കൊണ്ടിട്ടാണ് എപ്പോഴും നടക്ക്, അങ്ങനെയാണ് വിളിക്കുന്നതും. മുന്നേ റഷ്യൻ കമാൻഡോ ആയിരുന്നു ആള് കേട്ടോ. അപ്പൊ ഹോട്ടലിൽ ഫുൾ സുരക്ഷിതത്വം നോക്കേണ്ട ഒരാളാണ്. അതിഥികൾ വരുമ്പോൾ വരുന്ന ഒരു നമ്മുടെ ഇത് തുറന്നു വരുമല്ലോ, അവിടെ തൊട്ട് അവരെ ബാഗൊക്കെ എടുത്തിട്ട് വരികയും ചെക്ക് ചെയ്യേണ്ടതും ഒക്കെ നമ്മുടെ ഗിസയിലാണ്. അതേപോലെ തന്നെ നല്ല റഷ്യൻ പാട്ട് പാടിയിട്ടാണ് അതിഥികളെ വരവേക്കേണ്ടത്. ജിഷയിൽ അറിയാതെ, അതായത് നമ്മുടെ സെക്യൂരിറ്റി അറിയാതെ നമ്മുടെ ഹോട്ടലിൽ ഒരു ഈച്ച പോലും പറക്കില്ല കേട്ടോ. മലയാളമേ അങ്ങനെയാണ് ഗിസയിലുള്ള റോള് കേട്ടോ. അതും നല്ല തിളങ്ങാൻ പറ്റിയ ഒരു റോൾ ആയിരുന്നു. എല്ലാവർക്കും തിളങ്ങാൻ പറ്റിയ റോളൊക്കെ തന്നെയായിരുന്നു. ഒന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ഷാനവാസും മനീഷുമാണ്. ഇവര് രണ്ടുപേരുമാണ് റൂം അറ്റൻഡേഴ്സ് ആയിട്ടാണ് കേട്ടോ ഇവർക്ക് കിട്ടുന്നത്. അതായത് അധികാരികളെ ചാക്കിലാക്കി ടിപ്പ് മേടിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇവർക്കുള്ളത്. പിന്നെ റൂമിലെല്ലാം ക്ലീൻ ആയിട്ടിടുക, ബെഡ് മേക്കിംഗ് ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു. അവരത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവര് നന്നായിട്ട്. ഇനി അടുത്തതാണ് ഒരു സംഭവം. ആരാ? നമ്മുടെ സാബുമാൻ. സാബുമാൻ എന്താ കിട്ടിയെന്ന് അറിയോ? മാജിക്കൽ പ്രതിമ. അതായത് ഈ ഹോട്ടലിന്റെ വരാന്തയുടെ മുന്നിൽ ഉള്ള ഒരു മാജിക്കൽ പ്രതിമയാണ് നമ്മുടെ സാബുമാൻ എന്ന് പറയുന്നത്. സാബുമാൻ ഈ പ്രതിമയുടെ മുന്നിൽ ഒരു പോണ്ട് ഉണ്ട്. ആ പോണ്ടില്, അതായത് ഈ ഹോട്ടലിന്റെ വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രതിമയുടെ മുന്നിലുള്ള പോണ്ടിലും ഈ പ്രതിമയുടെ കയ്യിൽ ഒരു വടിയുണ്ട് കേട്ടോ. അപ്പൊ അവിടെ കോയിൻ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു വിഷ് പറയുകയാണെങ്കിൽ ഈ കയ്യിലുള്ള വടി ഈ കയ്യിലോട്ട് മാറുകയാണെങ്കിൽ ആ വിഷ് നടക്കും എന്നാണ് അതിന്റെ അർത്ഥം. മാറിയില്ല, സെയിം കയ്യിൽ തന്നെയാണ് വടി നിൽക്കുന്നെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഈ മാജിക്കൽ പ്രതിമയ്ക്ക് കുറച്ച് പവേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്താന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. 5 മിനിറ്റ്, അത് എനിക്ക് തോന്നുന്നു ഇനി ഈ പോണ്ടിലിടുമ്പം ആ വിഷ് ചെയ്യുന്ന സംഭവം നടക്കും എന്നുള്ളതാണോ പവർ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും 5 മിനിറ്റ് മാത്രമായിരിക്കും ഫുഡ് കഴിക്കാനുള്ള ടൈം. 5 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ പവേഴ്സ് എല്ലാം നഷ്ടമാവും. അപ്പൊ മാനേജേഴ്സ് ആണ് ഇത് നോക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. സാബുമാന്റെ വടിയും അനങ്ങിയിട്ടില്ല, സാബുമാനും അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഒരു നിപ്പ് ഇപ്പൊ ഉണ്ട്. പക്ഷെ അത് ഇച്ചിരി കൂടി നല്ല രീതിക്കല്ലേ സാബുവാന്റെ റോളൊക്കെ നല്ല രീതിക്ക് കണ്ടന്റ് കൊടുത്ത് ചെയ്യായിരുന്നു സാബുവാന്. അതെ. പിന്നെ നമുക്ക് നൂറയും പിന്നെ അതേപോലെ തന്നെ അഭിലാഷാണ്. ഇവര് ജാനിറ്റേഴ്സ് ആണ്. നമ്മുടെ ടോയ്ലറ്റ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട വർക്കേഴ്സ് ആണ് കേട്ടോ ഇവര്. അങ്ങനെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ജീവനക്കാരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഗസ്റ്റുകളുടെ ഫീഡ്ബാക്കും വെച്ചിട്ടായിരിക്കും ഇവർക്ക് സ്റ്റാർസ് കൊടുക്കുന്നത്. ജനറൽ മാനേജർ ആയിരിക്കും അന്തിമ തീരുമാനം എടുത്തിട്ട് ഇവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് സ്റ്റാർ എല്ലാവർക്കും കൊടുക്കേണ്ടത്. 10 സ്റ്റാർസ് ആയിരിക്കും ഒരു റൗണ്ടിൽ കിട്ടുക. 3 റൗണ്ട് ആയിരിക്കും ഉണ്ടാക്കുക. മാജിക്കൽ പ്രതിമയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർ കൊടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ജനറൽ മാനേജർ ഹോട്ടലിന്റെ എന്തായിരുന്നു ഓണറുടെ മകളായിട്ടുള്ള ആദിലയ്ക്കും സുഹൃത്തിനും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾക്ക്
നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കും എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൈവില് നമ്മുടെ ശോഭയെല്ലാം കൂടെ ആര്യൻ ഒരു കോയിൻ കൊടുത്തായിരുന്നു. കാരണം അത് നമ്മുടെ ഇതിൽ കാണിച്ചിട്ടില്ല. ശോഭയുടെ സാരിത്തുമ്പ് പിടിപ്പിച്ച് നമ്മുടെ ആര്യനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അക്ബറിനെ കൊണ്ടും പിടിപ്പിച്ചു. പക്ഷെ ആര്യൻ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോയിൻ പറയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കോയിൻ കൊടുത്തായിരുന്നു. അപ്പോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് 3 പേർക്കും കോയിൻ കൊടുക്കണ്ട. അതായത് നമ്മുടെ ആദിലയ്ക്കും അതേപോലെ തന്നെ ലക്ഷ്മിക്കും ആര്യനും നമ്മൾ കോയിൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസിന് ഡയറക്റ്റ് നമ്മുടെ ക്യാപ്റ്റൻസിക്ക് കിട്ടും. അതുകൊണ്ട് കോയിൻ കൊടുക്കണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് 3 പേർക്കും കോയിൻ കിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഉള്ള ഒരു സംഭവം. ടാസ്ക് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. നമ്മുടെ വൈൽഡ് കാർഡുകൾ വന്ന ടൈമില് വലിയ പണിയായിട്ട് നമ്മുടെ അനീഷിന് ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിലുള്ള ഒരു സമയവും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അക്ബറിന് ഇനി അങ്ങോട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം കിട്ടിയായിരുന്നു. അതായത് വലിയ പണികൾ കിട്ടിയായിരുന്നു. ഇതില് ഇവരിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആള് ആരാണോ അവർക്ക് ഈ പവർ റദ്ദാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടുപേർക്കും ഒരേ ഈക്വൽ ആയിട്ടുള്ള കോയിൻസ് സ്റ്റാറാ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്കും ആ ഒരു പവർ റദ്ദാക്കുന്നതായിരിക്കും. പവറല്ല, ആ ഒരു പണി കിട്ടിയില്ലേ അത് റദ്ദാക്കുന്നതാണ്. പിന്നെ നൈറ്റ് ടൈമില് ജോലിക്കാർ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി ഏരിയയിലാണ്. അവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെ ആയിരിക്കും കിടക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ക്യാപ്റ്റൻസി ഡയറക്റ്റ് കൊടുത്തേക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. എനിക്കൊന്ന് ഇവർക്ക് ഒരു ചാൻസ് കൊടുത്തേ ആയിരിക്കും. കാര്യം ആര്യനാണെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട്, ആദ്യം ഒരുവിധം സംസാരിക്കുകയും ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയും പറഞ്ഞ സംസാരിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. അവര് ഒരു ഡേഞ്ചർ സോൺ തന്നെയാണ്. വോട്ടൊന്നും വലുതായിട്ടില്ല. അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ആഴ്ച കൂടി ചിലപ്പോൾ രക്ഷപ്പെട്ടാൽ, ഈ ആഴ്ച രക്ഷപ്പെട്ടാൽ ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നന്നായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലക്ഷ്മി പിന്നെ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യമില്ല. ലക്ഷ്മി ആ രീതിയിലങ്ങ് നിന്നാ മതി, ക്യാരക്ടറായിട്ട് തോന്നില്ല. സംസാരവും അങ്ങനെ തന്നെ ഒരു പ്ലസന്റ് ആയിട്ടൊന്നും അല്ല. ആ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചേട്ടോ. അപ്പൊ എന്തായാലും പക്ഷെ ശോഭ പറഞ്ഞതൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ. ആള് തിരിച്ചു ഇന്നത്തെ എപ്പിസോഡില് ശരിക്കും പറഞ്ഞാൽ ഷാനവാസും അനീഷും നന്നായിട്ട് അവർക്ക് കിട്ടിയ ക്യാരക്ടർ ചെയ്തു. നൂറയും അഭിലാഷും അവർക്ക് കിട്ടിയ ക്യാരക്ടർ ചെയ്തായിരുന്നു കേട്ടോ. ലൈവിൽ അവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മി സാബുമാൻ ഇടയ്ക്ക് വെച്ചിട്ട് രാവിലെയൊക്കെ ലൈവില് വന്ന് അകത്ത് കയറി ഇരുന്നു കേട്ടോ. അകത്ത് കയറി കാരണം ചൂടാണല്ലോ പുറത്ത്. അങ്ങനെ ഷിയാസ് പറഞ്ഞിട്ട് അകത്ത് കയറി ഇരുന്നപ്പോ ബിഗ് ബോസ് പറഞ്ഞു പ്രതിമ അകത്ത് വരാൻ പാടില്ല, വെളിയിൽ തന്നെ നിൽക്കുക. നല്ല ചൂടാണ്. ആള് ഭയങ്കര മാസ്ക് ഒക്കെ ഇട്ട് ചൂടെടുത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണിയില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജിഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജിഷൻ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോയിട്ടാ ഈ ഷാനവാസൊക്കെ ആയിട്ട് വന്ന് വഴക്കിട്ടായിരുന്നു. എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെ, ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് ടാസ്ക് ചെയ്തതിൽ മോശമായിട്ട് ഒന്ന് റെന. നിങ്ങൾ കാണാത്തോണ്ടാണ്. ലൈവില് ഈ സെയിം റെനയുടെ ഒരു ചൊറി ഉണ്ടല്ലോ, ആ ചൊറി രീതിയിൽ തന്നെയാണ് റെന ഫുൾ ടൈം നിന്നത്. ചുമ്മാ വരക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ. റെനയുടെ ഒരു അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളൊരു റോള് കറക്റ്റായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അക്ബറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയണ്ടേ ആരാ? അനുവും ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. അനുവിന്റെ തനി സ്വഭാവം വരുന്നുണ്ട്. പിന്നെ അനു കിച്ചണിൽ പോയൊക്കെ കുക്ക് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഉള്ളതിൽ നല്ല ബെറ്റർ ആയിട്ട് അനുവും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെയാ പറയണ്ടേ? ബിന്നി സത്യം പറഞ്ഞ ഫുൾ ടൈം കിച്ചണിൽ അല്ലായിരുന്നു, പുറത്തൊക്കെ ആയിരുന്നു കേട്ടോ. ബിന്നിയുടെ റോള് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. മാത്രമല്ല നമ്മുടെ ലൈവില് കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ഇഷ്യൂ നമ്മുടെ ശോഭയായിട്ട് ബിന്നിക്കും നമ്മുടെ ഷിയാസിനും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് ശോഭ വന്ന ഉടനെ ബിന്നി എടുത്ത് പറഞ്ഞു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വരൂ, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുവിട്ട് വരൂ എന്ന് പറഞ്ഞപ്പം ബിന്നി നമ്മുടെ ലാലേട്ടൻ നെവിന് കൊടുത്ത ചെരുപ്പില്ലേ, ഹീൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പ് എടുത്തു കൊടുത്തു. അത് പിന്നെ ശോഭയും ഷിയാസും പറയുന്നുണ്ട് ഞങ്ങൾക്കത് ഇൻസൾട്ട് ആയിട്ട് തോന്നി, അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴും ബിന്നി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോറി പറഞ്ഞു, പക്ഷെ എന്നാലും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബിന്നി എനിക്ക് ഈ ക്യാരക്ടറായിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവരും പറയുന്നുണ്ട് അവിടെ എവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരാണ് എനിക്ക് മെയിൻ ആയിട്ട്, അതായത് റെന ഫാത്തിമയും
ബിന്നിയും അവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ളവരൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാക്കിൽ വന്നു. കാരണം കുറേ വട്ടം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഈ ഗസ്റ്റുകളോട് പോലും അവരുടെ ക്യാരക്ടർ മാറുമ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ മനു നല്ല കമ്പനിയാ. ഇടയ്ക്ക് ഇവര് കമ്പനിക്കാരാവുന്നുണ്ടായിരുന്നു. അതെ. അപ്പം എന്തായാലും അങ്ങനെ നമ്മുടെ ടാസ്കും ക്യാരക്ടറൊക്കെ കൊടുത്തു. ഇവരെല്ലാം റെഡിയായി. അങ്ങനെ നമ്മുടെ ശോഭയും ഷിയാസും എൻട്രി ആണ് കേട്ടോ. അപ്പം ഇവരെല്ലാരും അപ്പുറം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പൂവൊക്കെ ഇടുന്നുണ്ട്. അവർ കേറുന്നുണ്ട്. മാജിക്കൽ പ്രതിമ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കാരണം ഫ്രണ്ടിൽ വരുമ്പോൾ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഷിയാസ് ഉള്ളിൽ കയറി വന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലോർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഫ്ലോർ ഒന്നും വൃത്തിയില്ല, ഇതൊക്കെ വൃത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈവില് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇവര് പ്ലാൻ ചെയ്തിരുന്നത് ഫ്ലോറിനുള്ളിലോട്ടൊന്നും ഈ പൂക്കളെ ഇടണ്ട, ഗ്രൗണ്ടിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഗാർഡൻ ഏരിയയിൽ മാത്രം ഇട്ടാൽ മതി എന്നാണ്. പക്ഷെ നെവൻ വന്നിട്ട് ഫ്ലോറിനുള്ളിൽ മൊത്തം പൂക്കൾ ഇട്ട് കേട്ടോ. അത് പിന്നെ ഷാനവാസും അനീഷും ഒക്കെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ശോഭനെയും ഷിയാസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. അവരാരാന്ന്, അങ്ങനെ അവരാരാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ശോഭ എക്സ്പ്ലെയിൻ, ഞാൻ ഒരു ഗ്യാപ്പ് വന്നിട്ട് മനസ്സിലായില്ല. 2 ദിവസം കൊണ്ട് ബിസിനസ് ആണ്, ഡയമണ്ട് മർച്ചന്റ് ആണ്, ബിസിനസ് ലേഡിയാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഷിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ലക്ഷറി കാർ ഡീലർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി എല്ലാരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് കുറച്ചു നേരം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം എന്നിട്ട് റൂമിലോട്ട് പോവാന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ ശോഭ വരുന്നുണ്ട്. അടുത്ത് വരുമ്പോ തുമ്മലുണ്ടല്ലോ, കുളിച്ചില്ലേ, നന്നായിട്ട് പോയി കുളിച്ച് അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അലർജി കൊണ്ടായിരിക്കും എനിക്ക് തുമ്മല് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനുവിനെ വിളിച്ചിട്ട് അനു പോയി ഇവരുടെ അടുത്തൊന്ന് കുളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈ ലക്ഷ്മി അനുവിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ശോഭ ചോദിക്കുന്നത് കുളിക്കുവോ അതെ കാക്കക്കുളി കുളിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവര് ബെഡ്റൂമിൽ വരുമ്പോൾ ഷിയാസ് ഉണ്ട്, അവിടെ അക്ബർ ഉണ്ട്, പിന്നെ ശോഭയുണ്ട്, പിന്നെ ഷാനവാസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ശോഭ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ബെഡ്റൂം ഒന്നും ക്ലീൻ അല്ല. അതായത് ഇവര് 2 ബെഡ്, ഷാനവാസും അനീഷും ഇവർക്ക് കിടക്കാനുള്ള 2 ബെഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ട് ബാക്കി ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയതേ ഉള്ളൂ. അപ്പൊ ഇവര് വന്നിട്ട് പ്ലേസ് മാറി. ശോഭ വന്നിട്ട് എനിക്ക് പ്ലേസ് മാറണമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു കേട്ടോ. ബെഡ്റൂം ക്ലീൻ അല്ല, ക്ലീൻ ആക്കണം, ചൂലെടുത്തിട്ട് വന്ന് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മിയെ കൊണ്ടിട്ട് ഒരു തുണി എടുപ്പിച്ചു വന്നിട്ട് അവിടെ തറയൊക്കെ തുടച്ച് പിഴിഞ്ഞൊക്കെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ ശോഭ. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ വിളിച്ച് ലക്ഷ്മി എന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതെ ലക്ഷ്മി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതായത് ശോഭ ഡൈനിങ് ഏരിയയിൽ വന്നിട്ട് ഇരിക്കുന്നു, എല്ലാവരും കൂടെ നിൽപ്പുണ്ട്, അതിലേക്ക് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ആര്യൻ ആദിലയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ശോഭ ചോദിക്കുക എന്താണ് ഇവനെ എന്താണ് ഇഷ്ടപ്പെടാൻ, എന്താ വേറെ ആരും കിട്ടിയില്ല എന്നൊക്കെ ശോഭ ചോദിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ഇവനൊരു കോഴിയാണ്, പക്ഷെ ഞാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ശോഭ ചോദിക്കുന്നത് എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ ആദില പറഞ്ഞു ആക്ച്വലി എനിക്ക് ഇവിടെ വേറൊരാളോട് ഒരു ക്രഷ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ശോഭ പറഞ്ഞു വിളിക്കൂ പ്രപ്പോസ് ചെയ്യൂന്ന് പറയുന്നുണ്ട്. അപ്പം നൂറെ വിളിക്കുന്നുണ്ട്. അപ്പൊ നൂറെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ്, ക്രഷ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നൂറെ പറയുന്നുണ്ട് ലക്ഷ്മി എല്ലാവരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നൂറെ പറയുന്നുണ്ട് ഞാനൊരു ബാത്റൂം ജോലിക്കാരെയാണ്, അപ്പം എന്നെയൊക്കെ വീട്ടിൽ കയറ്റു എന്നൊക്കെ ഉള്ള രീതിയിൽ നൂറ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശോഭ പറഞ്ഞു ആര് വീട്ടിൽ കയറ്റില്ല, ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയാൽ പോരെ, വേറെ ആരും കേട്ടിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് വിൽ യു ബി മൈ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യുന്നു, പൂ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ശോഭ പറയുന്നു ഒറ്റ ലൈഫേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു. എന്തിനാണെന്നുള്ളത് എനിക്കത് മനസ്സിലായില്ല. അതെ, അത് കുറെ പേരെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉള്ളൊരു ചോദ്യമാണ്, ഇതൊക്കെ ടാസ്ക് ആയിട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആണ് ഇതെങ്കിലും ഓക്കെ. ഈ ടാസ്കിന്റെ ഇടയിൽ ഇതും കൂടി കുത്തിക്കയറ്റുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒന്ന് വലിച്ചു നീട്ടിക്കൊണ്ടുപോകും എല്ലാ കാര്യവും അത് തന്നെ. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഈ ഒരു സംഭവം കഴിഞ്ഞാണ് ശോഭ നെയിൽ പോളിഷ് ഇട്ടത് കാണിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയെ കൊണ്ട് വായിപ്പിക്കും. അതിന് ടാറ്റോ ആണോ അതോ നെയിൽ പോളിഷിൽ എഴുതിയതാണോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കൈ കാണിച്ചിട്ട് വായിക്കാൻ പറയുന്നു. ലക്ഷ്മി LGBTQ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശോഭ ചോദിക്കുന്നു ഫുൾ ഫോം പറയൂ എന്ന് ചോദിക്കുന്നു. അപ്പൊ ലക്ഷ്മി പറയുന്നു ഞാനത് പറയാൻ
ആഗ്രഹിക്കുന്നില്ല, നോർമലൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ആദില എണീറ്റ് അതൊരു ഇൻഫർമേഷൻ അല്ലേ, പറഞ്ഞപ്പോ എന്താവാനാ എന്ന് ആദില ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശോഭ പറഞ്ഞു ഇല്ല പറയുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം, ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കാണോ ചോദിക്കുമ്പോ അതിൽ പറയണു അത് ചില കീടാണുങ്ങളെ കാണുമ്പോൾ വരുന്നത്, അത് അങ്ങനെ അവര് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും ശോഭ നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നു ഹാച്ചി എന്നും പറഞ്ഞിട്ടില്ല, ആട്ടുന്ന രീതിയിൽ ഒരു തുമ്മൽ ഉമ്മി കേട്ടോ ശോഭ. എന്നിട്ട് പറയുന്നു ഭയങ്കര തുമ്മൽ, ഒന്നും കൂടെ പോയി കുളിച്ചിട്ട് വരുമെന്നും പറഞ്ഞ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കാ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, കാരണം ഇഷ്ടമാണ്. അതെ അതെ, അത് മാത്രല്ല അവരുടെ സ്റ്റാൻഡാണ് അത്. അവർ ലാലേട്ടന്റെ മുമ്പിൽ വെച്ചും പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ബാക്കിയുള്ളതിന് സോറി പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അവരുടെ സ്റ്റാൻഡാണ്, അവരുടെ അഭിപ്രായമാണ്. അത് ഫോഴ്സ് ആയിട്ട് നിങ്ങൾ അതിന്റെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാൻ ആർക്കും അധികാരമില്ല. അതെ, അപ്പം അങ്ങനെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ലക്ഷ്മി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു കേട്ടോ. അതിലെ കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ കുത്തുന്നുണ്ടായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. ലക്ഷ്മി നന്നായിട്ട് തന്നെ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവ വികാസം വരികയാണ്. നമ്മുടെ പ്ലാച്ചിയുടെ എൻട്രി ആണ്. പ്ലാച്ചിയുടെ എവിക്ഷൻ നടക്കാൻ പോവാണ്. ഈ എവിക്ഷൻ അല്ല, ഇജക്ഷൻ നടക്കാൻ പോവാണ് കേട്ടോ. അതെ, പ്ലാച്ചി അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. അതെ, അപ്പോ ഷിയാസ് ബെഡ്റൂമിലേക്ക് വരുന്നു. നിന്റെ പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുന്നു. പ്ലാച്ചി എടുക്കുന്നു. എന്തായി കൈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനു ചോദിക്കുന്നു. ഷിയാസ് നടന്നു വരുന്നു. പ്ലാച്ചി ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടാട്ടാ വരുന്നത്, തൊണ്ടക്കുടിയിലൊക്കെ ജക്കി പിടിച്ചോണ്ടാണ് വരുന്നത്. അപ്പൊ തന്നെ എന്റെ ജീവൻ പോയി കാണും. അതെ, വലിച്ചെടുക്കുന്നത് അവിടെ കൊണ്ടുവരുമ്പോ പുറവെ അനു ഇക്ക എന്താ കാണിക്കുന്നത്, ഇക്ക എന്തു കാണിക്കുന്നതെന്ന് പറഞ്ഞ് അനു പുറവെ വരുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട് എറിയാണെങ്കിൽ വലിച്ചെറിയണം, പുറത്ത് പോയി ഉറപ്പ് വരുത്തണം എന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അവിടെ വെളിയിലെ ഗാർഡന്റെ വെളിയിൽ ഒരു മതിലുണ്ടല്ലോ, അതിൽ കൂടെ വലിച്ച ഒറ്റയേറി അന്തരീക്ഷത്തിന്റെ വിഹനത്തിലൂടെ അങ്ങനെ നമ്മുടെ പ്ലാച്ചി ഇജക്ട് ആയിരിക്കുകയാണ് കുട്ടികളെ. ഇനിയിപ്പോ ഷിയാസിന്റെ പേരില് ഫിസിക്കൽ അസോൾട്ടിനും അല്ല അല്ല അനു ചെയ്ത് കേട്ടോ. ഉടനെ അനു ഓടി വരുന്നു, ഏന്നും പറഞ്ഞ് വിളിച്ച് കരഞ്ഞോണ്ട് വരുന്നു. അവിടെ ഉള്ള മതിലില് ക്യാമറയുടെ തൊട്ട് നേരെ ഫോക്കസ് വരുത്തിയിട്ട് ഒരു 3 ചെറിയ അടി മതിലിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ തന്നെ ഞാൻ വരും. അതെ, ക്യാമറയിലോട്ട് നേരെ മുഖം ഫോക്കസ് ചെയ്ത് വെച്ച് അലറി വിളിച്ച് കരയുന്നു. ഷിയാസ് പറയുന്നു കുഴപ്പമില്ലാതെ പോട്ടെ എന്നൊക്കെ ഷിയാസ് പറയുന്നു. അപ്പോഴത്തേക്ക് അനു അടിക്കുന്നു ഷിയാസിനെ. എന്ത് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പോകുന്നു, വലിക്കുന്നു, പിടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ ലക്ഷ്മി നമ്മുടെ ക്യാരക്ടറിലാണല്ലോ. ലക്ഷ്മി എന്നിട്ട് അനു അത് ഗസ്റ്റാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഷിയാസ് പറയുന്നു ഇല്ലില്ല അവളെന്റെ അനിയത്തിയാ കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇതും ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം അവൾ എന്റെ അനിയത്തിയാണ്, ഇതൊക്കെയാണ്, പക്ഷെ ഇതൊരു ടാസ്ക് ആണ്, നിങ്ങൾ ഗസ്റ്റ് ആണ്, അവിടെ ഇങ്ങനെയാണ് അനിയത്തിയാവുന്നത്. ആ ചെയ്തതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശോഭ ഈ ചെയ്തതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷിയാസ് നല്ല രീതിക്ക് ഹിന്റ് കൊടുത്തു. അത് ഷിയാസ് നല്ല രീതിക്ക് അനുവിന് ഇടയ്ക്കിടയ്ക്ക് ഹിന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പം പ്ലാച്ചി തിരിച്ചു വരുമോന്ന് അറിയത്തില്ല. കാരണം ഇന്ന് ബിഗ് ബോസ് പ്ലാച്ചി വരുമോ എന്ന്. ഇനിയിപ്പം നമ്മുടെ മോഹൻലാലിന്റെ എപ്പിസോഡില് പ്ലാച്ചി വരും, അതൊരു കണ്ടന്റ് ആവും. അങ്ങനെ നമ്മുടെ പ്ലാച്ചി ആയിരിക്കും ഈ പോയവരിൽ നിന്ന് വീണ്ടും ഒരാൾ 50 ദിവസം കഴിയുമ്പോൾ തിരിച്ചു കയറുന്നതിൽ നമ്മുടെ പ്ലാച്ചിക്കായിരിക്കും കിട്ടിയിരിക്കുന്നത്. എന്തായാലും പ്ലാച്ചി വരട്ടെ. കാരണം അവിടെ ഉള്ള കുറച്ച് പേരെക്കാളും, അതായത് സാബുമാനെയൊക്കെക്കാളും കണ്ടിട്ട് നമ്മുടെ പ്ലാച്ചി ഇനിയിപ്പം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. കാരണം നല്ല രീതിയിൽ ഒരു വീഴ്ച വീണിട്ടിരിക്കുകയാണ് പ്ലാച്ചി. പക്ഷെ അനുവിന്റെ കരച്ചിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറി, നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്തു കേട്ടോ. പറഞ്ഞു മനസ്സിലാക്കി കാണും. അതെ, അല്ല അത് ശോഭയും പറഞ്ഞു കൊടുത്തു, അത് വേണ്ട എന്നുള്ള രീതിയിൽ എന്തോ ശോഭയും പറഞ്ഞു കൊടുത്തു കേട്ടോ. ഈ ഇടയ്ക്ക് കുറെ പാവ എല്ലാരും കത്തിച്ചു കളഞ്ഞല്ലോ. പാവയാന്ന് അനുവിന് അത് അങ്ങനത്തെ ഒരു പാവയാന്ന് പറഞ്ഞു. അതെ, ഇവര് പോയി അനു വീണ്ടും കറങ്ങോണ്ട് പോയി ടോയ്ലറ്റ് ഏരിയയിൽ ശോഭയെടുത്തും എല്ലായിടത്തും പ്ലാച്ചി എടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കറങ്ങി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്നായി. കാരണം കുറെ അനുവിനുള്ളൊരു കണ്ടന്റ് ആയിരുന്നെങ്കിലും കുറെ പേർക്ക് കുറെ ഒരു നെഗറ്റീവ് അനുവിന് വരുന്നത് ഈ പ്ലാച്ചി വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഷിയാസ് ഒരു പെങ്ങൾ എന്നുള്ള രീതിയിൽ ചെയ്തായിരിക്കും അനുവിനെ അത് പോസിറ്റീവ് ആയിട്ടായിരിക്കും. പ്ലാച്ചി ഇല്ലെങ്കിൽ വരുന്നത്. ഇനി വീണ്ടും ബിഗ് ബോസ് ആണ് ആള് പ്ലാച്ചി തിരിച്ചു കൊടുക്കും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ശോഭ കിച്ചണിൽ വരുന്നുണ്ട്. കിച്ചണിൽ വരുമ്പോൾ സിങ്കിലൊക്കെ ഫുള്ള് വെള്ളവും ഇതൊക്കെ ആയിട്ട് കിടക്കുക. അപ്പം ശോഭ ചോദിക്കുന്നുണ്ട് ഇതാണോ കിച്ചൺ നീറ്റ്നെസ് എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ബിന്നി പറഞ്ഞു മാനേജറിനോടും അസിസ്റ്റന്റ് മാനേജറിനോടും ഞങ്ങൾ കുറെ വട്ടം പറഞ്ഞിട്ടും ഞങ്ങൾക്ക്
ആളെ വിട്ട് തന്നില്ലെന്ന് പറയുന്നു. പിന്നെ അനു വന്ന് അതൊക്കെ കഴിവെന്ന് കാണിച്ചു. അനു അത് ചെയ്യാൻ പാടില്ല, കാരണം അനു മാനേജറാണ്. മാനേജർ ഏത് 5 സ്റ്റാർ ഹോട്ടലിലാണ് പോയി. അത് മനസ്സിലായില്ലേ? ഇപ്പം ഗസ്റ്റ് ആണ് അതൊന്ന് പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞ അതൊക്കെ ചെറിയ ടിപ്പ് പോലെ കിട്ടുമെന്ന് എഴുതി കാണും. അതെ, അടുത്ത ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കഴിച്ച് നമ്മുടെ അടുത്ത് ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് സ്റ്റാർ കൊടുക്കാം, നമ്മുടെ ഗസ്റ്റുകളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം കൊടുക്കേണ്ടത്, പക്ഷെ അന്തിമ തീരുമാനം സ്റ്റാർ കൊടുക്കുന്ന ലക്ഷ്മിയുടെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോയിൻസ് അല്ല സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല നീറ്റായിട്ടിരുന്നത് വാഷ്റൂം ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഭിലാഷിനും നൂറയ്ക്കും ഓരോരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒനിയലിനും ജിഷിനും ഓരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷാനവാസിന് ഒരു സ്റ്റാർ, അനീഷിന് ഒരു സ്റ്റാർ. അതായത് ബെഡ്റൂമും അങ്ങനെയുള്ള ക്ലീനിങ് ഏരിയ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഷോ പറഞ്ഞുകൊണ്ട് തന്നെ ഗസ്റ്റ് വരുന്നതിന് മുമ്പേ ആയിരുന്നു ക്ലീൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അനുവിന് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ടാസ്ക് ചെയ്തപ്പോൾ അവിടെയും പ്ലാച്ചി. അപ്പൊ ഓൾറെഡി ഒനിയലിനും ജിഷിനും ഒരു സ്റ്റാർ കൊടുത്തായിരുന്നു. അപ്പൊ ബിന്നിക്ക് കൊടുത്തിട്ടില്ല. അതെപ്പോഴേ ബിന്നിക്ക് കുരു പൊട്ടിയായിരുന്നു. അങ്ങനെ ബിന്നി എണീറ്റ് നിന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് ഞാനാണ് അവരെ ചെയ്യിപ്പിച്ചത്, പിന്നെ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടും ഒന്ന് വാഷ് ചെയ്ത് തന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ വിട്ടു തന്നില്ല വാഷ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ജനറൽ മാനേജറിനെതിരെയാണ്. അങ്ങനെ അക്ബർ എണീറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു ലീഡ് ഷെഫ് എപ്പോഴും വെളിയിലൊക്കെ ആയിരുന്നു പോയി നിന്നത്, അതായത് അവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെ കുക്കിംഗ് ഏരിയയിലൊന്നും വന്ന് നിന്നിട്ടില്ല എന്ന് പറഞ്ഞ അക്ബറും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഷിയാസ് എണീറ്റ് വന്ന് പറഞ്ഞു നല്ല ഗസ്റ്റ് ആണെങ്കിൽ ഇപ്പം ഷെഫിന് വേണമെങ്കിലും വന്ന് വെൽക്കം ചെയ്യാം. അതായത് അക്ബർ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു കേട്ടോ ഷെഫ് വന്ന് വെൽക്കം ചെയ്തതിന്. അപ്പൊ നല്ല ഷെഫ് ആണെങ്കിലും വന്ന് വെൽക്കം ചെയ്യാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി ഷാനവാസിനെയും അതേപോലെ അനീഷിനെയും ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സാബുമാനും ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്, കാരണം പുറത്തു നിന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കൊടുത്തത്. അതേപോലെ അക്ബറിനും ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ഇത്രയും പേർക്കാണ് സ്റ്റാറുകൾ കിട്ടിയത്. അപ്പൊ ഇതില് കുറച്ചു പേർക്ക് കിട്ടാത്തതുണ്ട് കേട്ടോ. നമ്മുടെ ബിന്നിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതേപോലെ തന്നെ ആർക്കൊക്കെ കുറച്ചു പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശോഭ വന്ന് ബെഡിലിരിക്കുന്നു. ബെഡിൽ ഇരുന്നിട്ട് ചോദിക്കുന്നു ഇതാണോ ബെഡ്, ഇത് കുതിച്ചു പോകുന്ന ബെഡ് വേണം, ഇത് അത്ര നല്ല ബെഡ് അല്ലാന്ന് പറയണു. ജനറൽ മാനേജറെ വിളിക്കാൻ വരുന്നു. ലക്ഷ്മി പറയുന്നു നമുക്കിപ്പോ ഇതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അലോയ്ഡ് ആയിട്ടുള്ളതാണ്, നമ്മൾ എന്നാലും നോക്കാന്ന് പറയുന്നു. അപ്പോ ശോഭ പറയണു ഉയർത്തണം, എത്ര വട്ടമാണ് പറയുന്നത്, നല്ല മാറ്റം വരുന്നു, വീണ്ടും തുമ്മൽ വരുന്നല്ലോ, കുളിച്ചോന്ന് ചോദിക്കുന്നു. ലക്ഷ്മി പറഞ്ഞു കുളിച്ചു. അപ്പൊ എത്ര ടൈം കുളിച്ചു നോക്കുന്നു. ലക്ഷ്മി പറയുന്നു 3 ടൈം ഞാൻ കുളിച്ചു. 2 വട്ടം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലക്ഷ്മീനെ അങ്ങനെ. അപ്പോ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആദിലയ്ക്ക് ഈ ആദില നമ്മുടെ ശോഭയ്ക്ക് വീശി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിന്നിട്ട്. ആദില സത്യം പറഞ്ഞാൽ ശോഭ ഗസ്റ്റ് അല്ലേ, ഗസ്റ്റിനെക്കാളും വലുതല്ലേ നമ്മുടെ ഓണറിന്റെ മകൾ എന്ന് പറയുന്നത്, അതായത് ഓണറിന് തുല്യല്ലേ ഓണറിന്റെ മകള്. പക്ഷെ അതിൽ അവിടെ നിന്ന് വീശി കൊടുക്കുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് ശോഭ പറയുന്നുണ്ട് അനീഷിനെ പെൺകുട്ടീനെ പോലെ ഒരുക്കാൻ പറയുന്നുണ്ട്, അങ്ങനെ ഗിസയിൽ ഒരുക്കുന്നുണ്ട്. പിന്നെ അനുവിനെ സ്റ്റാച്ചു ആയിട്ട് നിർത്തിയിട്ട്, അത് സ്റ്റാച്ചു ആയിട്ട് ഓരോരുത്തർ നിർത്തിച്ചിട്ടാണ് കേട്ടോ ശോഭ ചെയ്യിപ്പിക്കുന്നത്. അനുവിനെ നിർത്തിച്ചിട്ട് നമ്മുടെ പ്രേതത്തെ പോലെ അനുവിനെ ഒരുക്കാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗിസലിന്റെ ഫോട്ടോയിൽ അനു പ്രേതത്തിന്റെ പോലെ അന്ന് വരച്ചല്ലോ, അതിനുള്ള റിവെഞ്ച് പോലെ ഇന്ന് ചെയ്യിപ്പിച്ചാണോ ഗിസലിനെ കൊണ്ടുവന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അനു നല്ല രീതിയിൽ നിന്ന് കൊടുത്തുട്ടോ, അനുവിനൊരു പ്രശ്നം അതിലുണ്ടായിരുന്നില്ല. പിന്നെ പോലെ അനീഷിനെ സ്റ്റാച്ചു ചെയ്യിപ്പിച്ചിട്ട് ഇതണക്ക് ലിപ്സ്റ്റിക്കും ഇതൊക്കെ എന്തൊക്കെയോ എടുത്ത് അല്ലേ കണ്ണിലൊക്കെ എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് റാംവാക്കൊക്കെ അനീഷോട് ചെയ്യുന്നുണ്ട്, ഡാൻസ് ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ശോഭ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ പോയി ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ജനറൽ മാനേജറാണ് പറയുന്നുണ്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ പാടില്ല, ഇവിടെ എല്ലാവരും ഗസ്റ്റുകളൊക്കെ വിശന്നിരിക്കുന്ന സമയത്ത് നീ ഫുഡ് എടുത്ത് കഴിക്കാൻ പാടില്ല, തിരിച്ചു വെക്കുന്ന പറഞ്ഞാൽ നെവിൻ പോയി കട്ടെടുത്തിട്ട് എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ. നെവിൻ ബിഗ് ബോസ് വന്നേക്കുന്ന ഫുഡ് കഴിക്കാനാണ്. അതെ, ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുന്ന തോന്നുന്നു. പിന്നെ നെവിൻ റൈസ് കുക്കീസ് ഉണ്ടാക്കിയത് എടുത്തിട്ട് പോയി ശോഭയ്ക്കും ഷിയാസിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര കട്ടിയാണ് കേട്ടോ. അവർ പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കാനെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷിയാസും ശോഭയും വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്.
അതായത് ശോഭ എന്നിട്ട് പറയുന്നുണ്ട് ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പം ഒണിയിൽ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഉപ്പ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ ശോഭ അവിടെ എല്ലാവർക്കും ഭിന്നിക്കും ഈ കോയിൻ കിട്ടാത്ത കുറച്ച് പേർക്കൊക്കെ വാരിക്കെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബിന്നി ഉപ്പ് കൂടിപ്പോയി അടുത്ത ടൈം എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഈ വാരി കൊടുക്കുന്നത് ഇങ്ങനെ കൂടി നിന്നിട്ടോ. അപ്പൊ ലക്ഷ്മി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവിടെ അനുവിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അവിടെ കഴിക്കുന്നവരും ഒരു ഉണ്ടാക്കിയ ഷെഫും മാത്രം, എന്നിട്ട് ബാക്കി എല്ലാവരും മാറ്റാൻ പറയുന്നു. അപ്പൊ ബിന്നി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനു വന്ന് ബിന്നി അടുത്ത് മാറാൻ പറയുന്നു. അപ്പം ബിന്നി പറയുന്നുണ്ട് എനിക്ക് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഇത് മാത്രമാണ്, സംസാരിക്കട്ടെ എന്ന്. അപ്പം മാറ്റുന്നുണ്ട്. പക്ഷെ എനിക്കും തോന്നി ഷെഫുകൾക്കും ഗസ്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യണമല്ലോ, അപ്പോഴാണെങ്കിൽ ഗസ്റ്റിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ ഫുഡ് നല്ല ഡിഷസ് ഒക്കെ വെക്കുമ്പോൾ ഷെഫ് ഒന്ന് സംസാരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇത് ഈ അഭിലാഷിന്റെയും നൂറയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ട് അവർ ആ ബാത്റൂം ഏരിയയിൽ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അവർക്കും ഗസ്റ്റിനോട് വന്ന് ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാകും. കാരണം ഇത് ഒറിജിനൽ ആയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലല്ലോ, നമുക്ക് ഈ സ്റ്റാറിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണേ. അപ്പൊ എനിക്ക് അതും ഒരു പോരായ്മയായിട്ട് തോന്നി. പക്ഷെ അവര് ഒറിജിനൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് അവര് ചെയ്തു, അവര് റോൾ ചെയ്ത്. പക്ഷെ ഇച്ചിരി നമ്മുടെ ബിഗ് ബോസ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇന്ററാക്ഷൻസ് കൂടി വേണം. അത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ട്. കാരണം യഥാർത്ഥത്തിലാണെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഈ രീതി ഒന്നും നടക്കില്ലല്ലോ എങ്ങും. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിട്ടോ. പിന്നെ നമ്മുടെ നെവിൻ കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് അതായത് ഈ ശോഭ വന്ന ടൈമിൽ ചിപ്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ സ്നാക്സുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് കൊണ്ടുവന്ന് കുറച്ച് സാബുമാനും പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെവിൻ സാബുമാനോട് പറയുന്നുണ്ട് നീ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ ഒരു സംഭവം തന്നെ, വെറുതെ തരത്തില്ലല്ലോ, അപ്പൊ ഇതൊരു ഹിന്റായിട്ട് എടുക്കുക, ഇനി നന്നായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആദിലയും ആര്യനും പോയി ഒണീലിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ഫുഡും ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. ഒണിയിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കി തരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒണിയിൽ. അപ്പൊ ആദില ഇരിക്കുന്ന കുറച്ച് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ലക്ഷ്മിയെ വിളിച്ചു പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ ഗസ്റ്റിന് മാത്രമാണ് സ്പെഷ്യൽ ഫുഡ് ഉള്ളത്, ഓണറിന്റെ മകൾക്കൊക്കെ ഇവിടെ ഉള്ളവർ കഴിക്കുന്ന ഫുഡ് അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആദില അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആര്യൻ അവിടെ ഇരുന്ന് ഒരു ഓറഞ്ച് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉടനെ ഒണിയിൽ അത് കുറച്ച് നല്ല സീനാക്കി കേട്ടോ. എന്നിട്ട് സെക്യൂരിറ്റി എന്ത് ചെയ്ത് നോക്കാത്തത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആകൊണ്ട് സെക്യൂരിറ്റിയുടെ മുമ്പിൽ കൂടിയാണ് ഇതൊക്കെ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ലക്ഷ്മി അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു ഓണറിന്റെ മകള് കാണിക്കേണ്ട രീതിയല്ല ആദില കാണിച്ചത്, കിച്ചണിൽ കയറി ഫുഡൊക്കെ കട്ടെടുത്തുകൊണ്ട് പോകുന്നത് ആര് ചെയ്യുന്ന കാര്യമാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ലക്ഷ്മി തന്നെ ആലോചിക്കണം, ഓണറിന്റെ മകളാണ് നമ്മുടെ ആദില. അപ്പോ ജോലിക്കാർ കഴിക്കുന്ന ഫുഡല്ല അവർക്ക് കൊടുക്കുന്നത്, അതെല്ലാം സ്പെഷ്യൽ ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും വേണം. അതിലേക്ക് കിട്ടിയതുമില്ല, അതിൽ അതിനു വേണ്ടി അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കിയതുമില്ല. ഇല്ല, ആദിലയുടെ ടാർഗറ്റ് ലക്ഷ്മി മാത്രമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ആ റോള് അത് ചെയ്യണമായിരുന്നു. അത് അതിലേം ചെയ്തിട്ടില്ല, ആര്യനും അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിലും വീണ്ടും കോയിൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്റ്റാർ. അതെ, അനീഷിന് 1 സ്റ്റാർ കൊടുക്കുന്നുണ്ട്, ഷാനവാസിന് 1 സ്റ്റാർ കൊടുക്കുന്നുണ്ട്, ബിന്നിക്ക് 2 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അതായത് കിച്ചൺ ഏരിയയിൽ നിന്നവർക്കെല്ലാം 2 സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ നല്ല രീതിക്ക് ചെയ്ത് നല്ല രീതി ഫുൾ ടൈം അവർ അവിടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇവർക്ക് 2 സ്റ്റാർ വെച്ച് കൊടുത്തേക്കുന്നത്. പക്ഷെ അതൊരു ടാക്ടിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ. പിന്നെ ഗിസേലിന് 2 സ്റ്റാർ കൊടുക്കുന്നുണ്ട്, രണയ്ക്കും 1 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർ കൊടുത്തേക്കുന്നത്. ഇതില് പലർക്കും അത് വിയോജിപ്പായി. അതായത് നമ്മുടെ അക്ബർ വന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയോട് 2 സ്റ്റാർ ഒക്കെ കൊടുക്കുന്നത് തെറ്റല്ലേ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന, ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്ത് ഓടി അടക്കുന്നവരൊക്കെ അല്ലേ, അപ്പം 2 സ്റ്റാർ കിച്ചൺ ടീമിനൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ട്, ഞങ്ങൾക്കും ഒക്കെ പണി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതേപോലെ അഭിലാഷ് വന്നിട്ട് പറയുന്നത് ഞാനിനി പണിയേയില്ല, ഇത്തരം ചത്ത് കിടന്ന പണി ചെയ്തിട്ട് പോലും നമുക്ക് സ്റ്റാർ കൊടുത്തില്ല. അയ്യോ, അഭിലാഷിനൊന്നും സ്റ്റാർ കൊടുത്തിട്ടേ ഇല്ല. അവര് ക്ലീനിങ്ങിലും എല്ലാം നിൽക്കുന്നത്, അവര് ജോലി ചെയ്യുന്നവരാണ്, ഓർഡർ ചെയ്തുകൊണ്ട് നിൽക്കുന്നവരല്ല. 2 സ്റ്റാർ വെച്ച് കൊടുത്തതാണ് ഇവർക്ക് ഇതായത്. കാര്യം ഇപ്പൊ ഒനിയലിന് ഇപ്പം കൂടുതൽ സ്റ്റാർ കിട്ടി. അപ്പോഴത്തേക്ക് അഭിലാഷ് പറയുന്നില്ല ഞങ്ങള് അത്രയും എഫേർട്ട് എടുത്തിട്ട് കിച്ചണിൽ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് അതിനുള്ള കോയിൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി പണി ചെയ്യില്ലെന്ന് പറഞ്ഞ് അഭിലാഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷിയാസ് വന്നിട്ട് പറയുന്നുണ്ട് അക്ബറിനോട് അവര് ഫുഡ് പോലും കഴിക്കാതാണ് നമുക്കൊക്കെ ഫുഡ് തന്നത് എന്ന് കിച്ചൺ ടീമിനെ പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് അവര് ഫുഡ് കുറച്ചുണ്ടാക്കിയെങ്കിൽ അത് അവരുടെ തെറ്റാണ്, അല്ലാതെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തന്ന റോള് നമ്മൾ ചെയ്യുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു റോള് കിട്ടുമ്പോൾ അവരത് ഫുഡൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് ചെയ്യണമായിരുന്നു, അല്ലാതെ അത് ചെയ്യാതെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാരും ജോലി ചെയ്യുന്നുണ്ടെന്ന് ജിഷൻ അവിടെ നിന്നിട്ട് ഓടി വന്നിട്ട്
ക്യാരക്ടറിൽ നിൽക്കാണ് കേട്ടോ. ജിഷൻ ഓടി വന്നിട്ട് ആരാടാ ആരാടാ ജോലി ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരക്ടർ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അല്ല, എല്ലാരും ക്യാരക്ടർ വിട്ടു. നമ്മുടെ അക്ബർ ആണെങ്കിലും അഭിലാഷും എല്ലാം ക്യാരക്ടർ വിട്ടു കേട്ടോ. ആരാടാ ജോലി ചെയ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇപ്പോഴും അക്ബർ പറയുന്നുണ്ട് ഫുഡ് തേങ്ങില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അല്ലാതെ ഞങ്ങളത് നോക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് വന്നിട്ട് നമ്മുടെ ശോഭ എടുത്ത് പറയുന്നുണ്ട്, അതായത് വെസൽ വാഷിംഗ് അവരുടെ കാര്യമല്ല, അത് ശോഭ പറഞ്ഞുകൊണ്ടാണ് മാഡം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം ക്ലീനിങ്ങും ഹൗസ് ക്ലീനിങ്ങും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിപ്പോ എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഷാനവാസിന് ഒരു സ്റ്റാറല്ലേ കിട്ടിയുള്ളൂ, കിച്ചൺ ടീമിന് ഇത്രയും സാലറി. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അനീഷ അവിടെ പട്ടിപ്പണി എടുക്കുമായിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അക്ബർ അക്ബർ ചോദിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ ലക്ഷ്മി ഇവിടെ അക്ബറിനോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ഒരു കോയിൻ ഞാൻ തന്നില്ലേ, പക്ഷെ ബെഡ്റൂം ഒക്കെ ക്ലീൻ ഇല്ലാതെ കിടക്കാറുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് നമ്മൾ ഓൾറെഡി അവരുടെ ബെഡ് ക്ലീൻ ആക്കിയിട്ട് ബാക്കി അത് ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴല്ലേ വന്ന പ്രശ്നം ഉണ്ടായതെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. ഈ അക്ബർ തന്നെ അല്ലല്ല അക്ബർ പറയുന്നുണ്ട്, കാരണം അക്ബർ ആണല്ലോ ജോലി കൊടുക്കാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഈ അക്ബർ പറയുന്നുണ്ട് കിച്ചണില് ഒണിയലും ജിഷിനും ആര്യനും നമ്മുടെ ആദിലയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ വഴക്കായത്. എന്നിട്ട് വഴക്കുണ്ടാക്കിയവർക്ക് നിങ്ങൾ പോയി 2 കോയിൻ കൊടുക്കുന്നു, അത് നല്ല കാര്യമാണോ നോക്കുന്നുണ്ട്. അപ്പോ അഭിലാഷിന്റെ കൂടെ പറയുന്നുണ്ട്, നോക്കി കോയിൻ കൊടുക്കത്തില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇത് ചെയ്യത്തില്ല, പിന്നെ ഈ ഒരു ഇങ്ങനെ കോയിൻ കൊടുക്കാത്തത് നിങ്ങളുടെ വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് റെനയും നൂറയും കിട എന്തോ വാഷ്റൂം ഏരിയയിലെ കബോർഡിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലായില്ല. അതെ, എന്തോ എടുത്തിട്ട് പോകുന്നുണ്ട്. അറിയില്ല, കാണിച്ചുള്ളൂ. ഇത് അങ്ങനെ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എനിക്കും തോന്നി കിച്ചൺ ഏരിയയിലുള്ളവർക്ക് ഇങ്ങനെ 2 കോയിൻ വെച്ചിട്ട് കൊടുക്കണം. കാരണം ശോഭയൊക്കെ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഫുഡ് നന്നായില്ല, ഇച്ചിരി ഉപ്പൊക്കെ കൂടുതലാണെന്ന്. മാത്രമല്ല ഷിയാസ് 10 മുട്ട എങ്ങാണ്ട് കഴിച്ചു കിട്ടോ. അപ്പൊ ഈ ലൈവിലാണ് ഇത് മുട്ടയുടെ മഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, യോക്ക്, അത് ഷിയാസ് കഴിക്കില്ല. അങ്ങനെ അത് ഇവരെല്ലാരും കൂടെ കുക്ക് ചെയ്തിട്ട് കുറച്ചു പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മുടെ നൂറയ്ക്ക് കിട്ടിയിട്ടില്ല, അഭിലാഷിന് കിട്ടിയിട്ടില്ല, ലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല, ആദിലക്ക് കിട്ടിയിട്ടില്ല, ഇവർക്ക് ആർക്കും അത് കിട്ടിയിട്ടുമില്ല. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഫുഡ് പോലും കറക്റ്റ് ആയിട്ട് കിട്ടാത്തവർക്ക് എങ്ങനെയാണ് 2 കോയിൻ വരുന്നതെന്നാണ് ഇവര് ചോദിക്കുന്നത് കേട്ടോ. ന്യായമായ ചോദ്യമാണത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലയുടെ ആ ഒരു തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടുവരുന്ന ഡയമണ്ട് വന്നിരിക്കുകയാണ്. അതെ, അപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഹോട്ടൽ ഉടമ ആദിലയ്ക്ക് വേണ്ടി പരമ്പരാഗതമായി കൈമാറിക്കൊണ്ടുവരുന്ന ഒരു ഡയമണ്ട് പോലെ ഒരു പ്രത്യേക പവറാണ് അതിനുള്ളത്. അത് ഉപയോഗിച്ചാല് ഓരോ തവണ ഉപയോഗിച്ചാൽ അതിന്റെ പവർ നിർവീര്യമായി പോകും. അതായത് അതിന്റെ പവർ എന്ന് പറഞ്ഞാല് നമ്മുടെ മാനേജർ ഉണ്ടല്ലോ, അതായത് ലക്ഷ്മിയുടെ ഇത് സ്റ്റാർ കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം റിവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് അതിലേക്ക് അത് നിർവീര്യമാക്കി കളയാനുള്ള പവർ ഉണ്ട്. അത് ഒറ്റ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്താണെന്ന് അതിലേക്ക് തീരുമാനിക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം അതില പറയുന്നുണ്ട്, അതേ കിച്ചണിൽ കയറിയപ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കയറിയപ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കി തരണമെന്ന് അങ്ങോട്ട് അവിടെ കുക്ക് ചെയ്യുന്നവരടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനാണ് ഓണർ, നീ അല്ല ഓണർ, നീ കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു, എന്നെ ഇഗ്നോർ ചെയ്തു, അത് മാറ്റണം, എനിക്ക് അച്ഛന്റെ അഭാവത്തിൽ അച്ഛന്റെ അഭാവത്തില് എന്നെ കൂടെ തെറ്റിക്കാതെ അച്ഛന്റെ അഭാവത്തില് ഇപ്പൊ അച്ഛന്റെ അഭാവത്തില് മോൾക്കായിരിക്കും ആ പവർ കിട്ടുക. അതുകൊണ്ട് എനിക്ക് ഫുൾ പവർ, അതായത് ഒരു ഓണർ എന്നുള്ള ഫുൾ പവർ അതിലേക്ക് വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ലക്ഷ്മി അനുസരിക്കണം എന്നാണ് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആരുടെയൊക്കെ കൈയടിക്കുന്നുണ്ട്, കുറച്ചൊരു ചെലവ് കാണുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനീഷ്
ഓ ഇന്നത്തെ എപ്പിസോഡ് അനീഷ് തൂക്കിയത് പറയാ. ഇത്രയും പേര് തൂത്തും തുടച്ച് കഷ്ടപ്പെട്ട് എല്ലാരും കളിച്ച് നടന്നിട്ട് ലാസ്റ്റ് അനീഷ് കൊണ്ടുപോയി എപ്പിസോഡ് കൊണ്ടുപോയി. അപ്പൊ ഉടനെ നമ്മുടെ അനീഷ് ചോദിക്കുന്ന ഇതാണ് കേട്ടോ, ആത്മാർത്ഥമായി ജോലി ചെയ്ത് ഞങ്ങളാണ് ഇവിടെ ആരോട് ചോദിച്ചാലും അത് പറയും, എന്നിട്ട് എന്തുകൊണ്ട് ഒരു സ്റ്റാറിൽ മാത്രം ഒതുക്കി? ഇതാണ് അനീഷിന്റെ യഥാർത്ഥ പ്രശ്നം. പക്ഷെ അനീഷ് പിന്നെ പറയുന്നത്, ഞങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്തു, എന്നിട്ട് കിച്ചൺ ടീമിന് 2 സ്റ്റാർ കൊടുത്തു, എന്നെ ശോഭ മേഡം ക്രൂരമായി കാഴ്ചവസ്തുവായി കൊണ്ടു നടന്നു. ക്രൂരമായ രീതിയിൽ എന്നെ ഹറാസ് ചെയ്തു. ഇവിടെ മുഴുവൻ ഒരു കാഴ്ചവസ്തു പോലെ കൊണ്ടു നടന്നു. അപ്പോ ലക്ഷ്മി മേഡം ഒന്നും പറഞ്ഞത് കൂടിയില്ല എന്നാണ്. നമ്മുടെ ശോഭയായിട്ട് റാംബാഗ് ഒക്കെ നടത്തിയായിരുന്നു. പിന്നെ മുഖത്ത് എന്തൊക്കെയോ വരച്ച് അവരെ കൊണ്ട് വരപ്പിച്ചായിരുന്നു. എന്നിട്ട് റാംബാഗ് ചെയ്തായിരുന്നു. അതിനാണ് പറയുന്നത് കാഴ്ചവസ്തു ആക്കി കൊണ്ടു നടന്നു. അതെ, അപ്പോഴത്തേക്ക് നമ്മള് നൂറ് ലക്ഷ്മി എടുത്ത് പറയുന്നത് ഞങ്ങൾക്കും, അതായത് ഈ കോയിൻ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമായിട്ട് നൂറ് ഇത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അനീഷിനെ. നൂറ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലായിരുന്നു ലക്ഷ്മി, എന്നിട്ടും കോയിൻ അവർക്ക് അത്രയും കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിച്ചൺ ടീമിന് 2 കോയിൻ വെച്ച് കൊടുത്തതിൽ പ്രശ്നമുണ്ട് കേട്ടോ. ഉടനെ അനീഷ് വീണ്ടും, ഒരു മനുഷ്യനെ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിച്ചു, അത്രമാത്രമാണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് എന്നോട് ചെയ്തത്. അപ്പോ ലക്ഷ്മി, ഞാൻ നിങ്ങൾ ചിരിച്ചോണ്ടായിരുന്നല്ലോ ആ സമയത്ത് നിന്നത്. അതില് പറയുന്നുണ്ട് കേട്ടോ, അതായത് നമ്മുടെ ഷാനവാസിനോട് ആദില പറയുന്നുണ്ട്, അതായത് ഷാനവാസ് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഈ ഒരു കോയിന് കിച്ചൺ ടീമിന് ഇത്രയും കൊടുത്ത് നമ്മൾ ഇത്രയും പണി ചെയ്തിട്ട് കിട്ടാതെ വളരെ മോശമായി പോയെന്ന് പറഞ്ഞപ്പം ആദില പറയുന്നുണ്ട്, ലക്ഷ്മിയുടെ എല്ലാ കാര്യത്തിലും ഇനിയിപ്പോ ലക്ഷ്മി പറയുന്ന ആദിലക്ക് കേൾക്കേണ്ട കാര്യമില്ല, ആദില പറയുന്ന ലക്ഷ്മി കേൾക്കണം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ആദിലക്ക് ഇടപെടാൻ പറ്റും എന്നാണ് ആദില പറയുന്നത്. അടുത്ത വട്ടം നോക്കാമെന്നും പറഞ്ഞ് ബുദ്ധി ഉപയോഗിച്ചോണ്ടാ ഷാനവാസ് ആദിലേക്ക് പോയി. അതെ പറയുന്നുണ്ട് കേട്ടോ. അനീഷ് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഇടപെട്ടില്ല, ഞാൻ നീതി കിട്ടുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഷോയിൽ വരുന്നതിന് മുൻപ് വരെ എന്റെ മുദ്ര സത്യസന്ധതയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് അനീഷ് അവിടെ താഴെ പോയി കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശോഭ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, ഞാനും കൂടെ ഇരിക്കട്ടെ. അപ്പൊ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ശോഭ ചോദിക്കുന്നുണ്ട്, എന്നോട് മിണ്ടില്ലേ, എന്നോട് ഞാൻ ഗസ്റ്റ് അല്ലേ, എന്നോട് മിണ്ടില്ലേ എന്ന് നോക്കുന്ന അനീഷ് മിണ്ടുന്നേ ഇല്ല കേട്ടോ. ഉടനെ ലക്ഷ്മി വന്നിട്ട് ശോഭയോട് പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങള് വയൽക്കാടുകളായിട്ട് വന്നപ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, വലിയ പണി കിട്ടിയിട്ട് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു കോയിൻ കിട്ടി കഴിഞ്ഞാൽ അത് റദ്ദാവൂന്ന് പറഞ്ഞു. അത് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് അയാൾക്കെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഷിയാസ് രാത്രി ആയപ്പോഴത്തേക്ക് ഷിയാസ് വന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് കഴിക്കുന്നില്ല കേട്ടോ. അനീഷ് ഒരു കാര്യത്തിൽ കഴിയുന്നില്ല. ലാസ്റ്റ് ഷിയാസ് പുറകെയൊക്കെ നടന്നിട്ട് പിന്നെ സമ്മതിച്ചു. അതായത് അതിന്റെ ഇടയ്ക്ക് ആരും പറയുന്നുണ്ട് അയാളെ കപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷിയാസ് പറഞ്ഞു കപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലല്ലോ, അയാളുള്ള സാരിയിൽ തന്നെ ഉറച്ചിക്കല്, എന്തായാലും കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷിയാസ് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അനീഷ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അനീഷ് ശോഭയും ഷിയാസും കൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. രാത്രിയാണ് കേട്ടോ. അപ്പൊ ഉടനെ ശോഭയുടെ അടുത്ത് ഒന്നും മിണ്ടിയില്ല. ഷേഖാൻ്റെ കൊടുക്കാൻ നേരത്തെ ഷേഖാൻ്റെ പോലും അനീഷ് കൊടുത്തില്ല. മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഷേഖാൻ്റെ കൊടുത്ത് അങ്ങ് പോയി. അപ്പോൾ ശോഭ ഷിയാസിനെ എന്താ അങ്ങനെ കാണിച്ചത്, അതെന്താ അങ്ങനെ കാണിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി കിടന്നു ബെഡില്ല. അപ്പൊ നമ്മുടെ ശോഭ പോയി മിണ്ടുന്നുണ്ട്. അപ്പൊ ശോഭ പറയുന്നുണ്ട്, എന്താ അങ്ങനെ കാണിച്ച, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അനീഷ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ശോഭ പറയുന്നുണ്ട്, ഞാൻ ടാസ്ക് ആയിട്ടാണ് എടുത്തത്, ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആണല്ലോ, അപ്പൊ അങ്ങനെ എന്റെ പേരിൽ ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം, പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ല പിന്നീടാണ് അത് തോന്നിയെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശോഭ സോറി പറയുന്നുണ്ട്. അപ്പോ അനീഷിനോട് ചോദിക്കുന്നു, എന്നാലും എനിക്ക് ഷേഖാൻ ചെയ്യാതെ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എന്ന് പറഞ്ഞ ശോഭ കരയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരത്തില്ലായിരുന്നു, എനിക്കത് കുറച്ച് ഹേർട്ടായി പോയി. അപ്പം എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സോറി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒക്കെ സോറി പറഞ്ഞു. ശോഭ കരയുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോ നാളെ ഇനി ബിബി ഹോട്ടലിന്റെ 3rd റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് പ്രമോ വന്നിട്ടുണ്ട്. പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് പുതിയൊരാൾ കൂടി, ഒരു ഗസ്റ്റും കൂടി വരുന്നതായിട്ടാണ്.
അത് നമ്മുടെ റിയാസ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. റിയാസ് ആണെങ്കിൽ പൊളിയായിരിക്കും. റിയാസ് ആണെങ്കിൽ ആരെ ടാർഗറ്റ് ചെയ്യുന്ന തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അനുവിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ ചാൻസ്. അനുവിനെയും ഷാനവാസിനെയൊക്കെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു തോന്നുന്നു. റിയാസ് കൂടെ നിൽക്കുന്നത് ചിലപ്പോൾ നെവിന്റെയും അതിലെ നൂറ് അങ്ങനെയുള്ള അവരുടെയൊക്കെ കൂടെ ആയിരിക്കും നിൽക്കാനും ചാൻസ് ഉള്ളത്. അറിയില്ല. റിയാസിന് നമുക്ക് ഒരു ഗിസിലിന്റെ ഒക്കെ കൂടെ നിൽക്കുക ആ ഒരു വൈബാണ്. അതുകൊണ്ട് പറയാം റിയാസ് നമുക്ക് ഒരു രീതിയിലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല രീതിക്ക് ഗെയിം നല്ല രീതിക്ക് ആ ഒരു സ്പിരിറ്റിലൊക്കെ ആയിരിക്കും. അതെ. അപ്പൊ നാളത്തെ ലൈവ് ചിലപ്പോൾ നല്ലതായിരിക്കും. എന്തെങ്കിലും ലൈവ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം. മാത്രമല്ല ചിലപ്പോ ഗെയിം ചേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ അഖിൽ മാറാറിന്റെ എപ്പിസോഡില് റിയാസ് വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ റിയാസിന്റെ സീസൺ 4-ലും ഒരു ഗെയിം ചേഞ്ചർ ആണ്. നമ്മുടെ അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന റോബിനെ വരെ ഔട്ട് ആക്കാൻ പറ്റിയ ലക്ഷ്മിയായിട്ടുള്ള ഫൈറ്റ് അതൊക്കെ അപ്പൊ എന്തായാലും റിയാസ് വരട്ടെ. നല്ല രീതിയിൽ ഒക്കെ എല്ലാം നന്നായിട്ട് പോട്ടെ. എങ്കിലും നമുക്കും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഒരു നോർമൽ എപ്പിസോഡിലെ ഒരു എബോ ആവറേജ്. ഞങ്ങൾ ലൈവ് റിവ്യൂ വരാത്തത് ഒന്നും ഇല്ലായിരുന്നു. ടാസ്ക് ആയിട്ടൊന്നും കണ്ടില്ല. അല്ല, ഈ ബിഗ് ബോസിന്റെ ക്ലാസിക് ഈ ടാസ്കുകളിൽ ഏറ്റവും ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാല്. പക്ഷെ ഇന്നത് വലിയ രീതിയിൽ അങ്ങനെ ഒരു അറിയത്തില്ല. റിയാസ് ഒന്നുകൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കണ്ടസ്റ്റന്റ് എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയും തോന്നുന്നില്ല. എന്നാലും റിയാസ് മതി അല്ലേ? നമുക്ക് എന്തായാലും നോക്കാം. ഓവർ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അപ്പൊ എങ്ങനെ ആയിരിക്കുന്നൊക്കെ നാളെ നമുക്ക് കണ്ടറിയാം. എന്തെങ്കിലും പുതുമയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈവിൽ വരുന്നതായിരിക്കും അത് പറയാനായിട്ട്. അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാവേ. അപ്പം അതുവരെയ്ക്കും ബൈ.